എടാ ബൈക്കറാണെന്ന് പറയണമെങ്കിൽ കർഡിങ്കള പാസ് ഒന്നും പോകണ്ട. എടാ അറ്റ്ലീസ്റ്റ് ബോഡി മട്ടെങ്കിലും പോയിട്ട് വാ. ഞങ്ങൾ നെക്സ്റ്റ് ഇയർ ഹിമാലയൻ ട്രിപ്പ് പോകുന്നുണ്ട്. ഹിമാലയത്തിൽ പോകാൻ നീ എന്താ സന്യാസിയോ? എടാ നിങ്ങൾ തവാങ്ങിന് പോകും, തമിഴ്നാട്ടിലെ കൊള്ളി ഹിൽസെങ്കിലും പോയിട്ട് വാ. എല്ലാത്തിനും ഒരു ഹിമാലയൻ പോക്കേ ഉള്ളു ഇപ്പോൾ. ഈ രാവിലെ ഇരുന്ന് വീമ്പ് അടിക്കാതെ പണിയെടുക്കട്ടെ. ഓ അതിന്റെ കോഴ്സ് എന്തായി? ഈ മാർച്ചിൽ തീരും. പ്ലേസ്മെന്റ് കിട്ടിയാൽ രക്ഷപ്പെട്ടു. ഈ വയസ്സങ്കാലത്തിയാക്കി ഇങ്ങനെ കിടന്ന് പണി എടുക്കേണ്ട ആവശ്യം ഞാനത് നോക്കി നടത്തില്ലേ? അടാ പിന്നെ അല്ലാതെ വേണ്ട, നീ പോയി നിന്റെ പണി അങ്ങ് ചെയ്താൽ മതി. വലിയ സഹായം. ആ ബഷീറത്തിലോ. എന്നാ ശരി, ഞാൻ ഇറങ്ങോട്ടെ. വെള്ളം ഇല്ലല്ലോ, ഫില്ല് ചെയ്ത് തരട്ടെ? ഇത് വെള്ളത്തിന്റെ അല്ല, ഇതിനുള്ള സെറ്റപ്പാ. ഇപ്പൊ മൊത്തം പുതിയ സെറ്റപ്പ് ആണല്ലേ. ജീവിച്ചു പോണ്ടേ. അതെ അതെ. ബഷീറേ, നീ നിന്റെ വാറ്റ് പരിപാടി നിർത്തി കേട്ടോ. കട്ട പോലീസ് മോണിറ്ററിംഗ് ഉണ്ട്. ഞാനത് ആ കോവിഡ് ടൈമിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തല്ലേ. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച. ഓ, അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച നീ 4 കുപ്പി വാറ്റിയതോ? അതിൽ 2 3500 രൂപയ്ക്ക് ഹൈദരാബാദിലെ സാഹിബിന് കൊടുത്തു. ഒരെണ്ണം 2000 രൂപയ്ക്ക് ഓറിയൻ കൺസ്ട്രക്ഷനിലെ ഹരിസാറിന് കൊടുത്തു. എടാ ഉള്ളതിൽ ഏറ്റവും മോശമാണിത്. അറ്റ്ലീസ്റ്റ് കുടിക്കുമ്പോൾ നല്ലത് എന്തെങ്കിലും കുടിക്കുക. നിനക്കിത് എങ്ങനെ അറിയാം? അതൊക്കെ എനിക്കറിയാം. അതെ, എന്നാ പിന്നെ ഡിലേ ആക്കണ്ട, ഓഫീസിൽ എത്തണ്ടല്ലേ. അല്ല ചാ, ആ വണ്ടിയുടെ ബാറ്ററി പവർ കൂട്ടിയെന്നൂടെ? അപ്പോൾ എനിക്കതിൽ ഓഫീസിൽ പോകാലോ. നിനക്കതൊക്കെ മതി. വണ്ടി വിടും. ശരി എന്നാ. പോയിട്ട്. നമസ്കാരം, നീരാളി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പവിത്രൻ. സ്കന്ദപുരം പദ്ധതി അഴിമതി മുതൽ ഇന്ന് സിറ്റിയിൽ നടക്കുന്ന നിരവധി ജനദ്രോഹ നടപടികൾക്ക് പിന്നിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു യുവ ജനപ്രതിനിധിയാണെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതാണ്. ആ ലിസ്റ്റിലേക്ക് കേൾക്കാൻ അറപ്പ് തോന്നുന്ന മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത നീരാളി ഇന്ന് പുറത്തുവിടുകയാണ്. സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഇതിൽ കണക്ഷനൊക്കെ ഉണ്ടെങ്കിൽ പറ്റും. ശരിയാണ്. ഗണേശ, നാട്ടിൽ നിന്ന് വരുന്നതാണോ? കുറച്ച് ലേറ്റായി പോയി. ഗണേശ, ഇത് ഗൗരി, ന്യൂ അപ്പോയിൻമെന്റാ. ഗൗരി, ഇത് ഗണേഷ്, ഇവിടുത്തെ ഗ്രാഫിക് ഡിസൈനറാ. ഹായ് ഗൗരി. ഹായ്. എന്ത് പറ്റിയതാ? ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ. ഹാഫ് ബോഡി പാരലൈസ്ഡ് ആയിട്ട്. എന്തായി ഗണേശ? കഴിഞ്ഞു. ഇവിടെ ഒരു കറുത്ത കൈ വെച്ചേ. കറുത്ത കൈ. ഇനി ഒരു കുരിശ്, ഇങ്ങനെ ഒരു കുരിശ്. ചുണ്ടിലൊരു പ്ലാസ്റ്റർ കൂടി ഒട്ടിക്ക്. പ്ലാസ്റ്ററോ? പ്ലാസ്റ്റർ. ഇപ്പൊ ഓക്കെ. ഇനി നെപ്പോട്ടിക് MLA എന്ന് ചക്ക അക്ഷരത്തിൽ ഇവിടെ എഴുതി വയ്ക്കുക. സാർ, അത് കുഴപ്പമില്ലേ? 121 കേസുണ്ട് ഈ നീരാളി പവിത്രന്റെ പേരിൽ. ഒന്നുകൂടെ ഇരിക്കട്ടെ, അതും വാർത്തയല്ലേ ഗണേശ? നമുക്ക് സത്യമാണ് വലുത്. ഹലോ, തൽക്കാലം ഇവിടെ നിന്ന് പിടിച്ചു നിൽക്ക്. പിന്നെ പയ്യെ നമുക്ക് നോക്കി വേറെ മാറാലോ. ഈ ന്യൂസ് മൂടിയേക്കാൻ പുള്ളി ഒരു 10 ലക്ഷം ചോദിച്ചതാ. അത് കിട്ടാത്തതിന്റെ കലിപ്പ, വേറെ ഒന്നുമില്ല. അതൊന്നും എനിക്കെങ്ങനെ അറിയണേ? ഓ, അതൊക്കെ അറിയാം. നീ ഇന്ന് സിനിമയ്ക്ക് വരണ്ടോ? ടിക്കറ്റ് ഉണ്ട്. സിനിമയ്ക്ക് വരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് വെക്കുകയാണെങ്കിൽ വരാം. അല്ല പിന്നെ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടല്ലേ? ഇവിടെ പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ചോദി, കഴിഞ്ഞ മാസം 11-ാം തീയതി ഇതേ കമലിലിട്ടായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, എനിക്ക് ഇവിടെ ആകെയുള്ള റിലാക്സേഷൻ എന്താണെന്നറിയോ? എന്താ? ജ്യോതി. ചെക്ക് അവിടുന്ന്. ഇത് മതിയോ? നെപ്പോട്ടിക് MLA. 10 രൂപ കൊടുത്ത അവനിതൊക്കെ മാറ്റി പറയും. അവനത് കിട്ടാത്തതിൻ്റെയാ. എന്നാൽ അത് കൊടുത്തേക്ക്. PR ടീം വഴി ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് നേരിട്ടൊന്നും വേണ്ട. ശരിയാ. സ്കന്ദപുരം കമ്മീഷൻ്റെ സിറ്റിങ്ങിൻ്റെ ഇടയിൽ ഇനി ഇതുകൂടി വേണ്ട അല്ലേ? കമ്മീഷൻ സെറ്റിംഗ് നടന്നാലല്ലേ കുഴപ്പമുള്ളൂ. എന്ന് വെച്ചാൽ വലിയ പുരോഗതിക്ക് ചെറിയ ദുരന്തങ്ങൾ അത്യാവശ്യമാണ്. ഇറ്റ്സ് കോൾഡ് ഡാമേജ് കൺട്രോൾ.
ഇതാ മോനെ, ഇതാ അവന്മാർ ഓർഡർ ചെയ്താ, ശമ്പളം കിട്ടിയതല്ലേ, പാർട്ടിയാ. അവന്മാർക്ക് താഴെ വന്ന് വാങ്ങിച്ചാലെന്താ? മോനെ എന്തിനാ വെറുതെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? അത് കുഴപ്പമില്ല, എനിക്ക് 2 അടിക്കാനുള്ളതല്ലേ. വരുന്ന രവിയായിട്ട് 1 അടിക്കാം. വൈകിട്ടാവട്ടെ. ഛോ, മോനെ ഇങ്ങോട്ട്, ഇങ്ങോട്ട് നീ. എന്താണോ മനുഷ്യർക്ക് ഇതുവഴി പോകണ്ടേ? ഇത്ര വഴിയുണ്ടല്ലോ, പോയിക്കൂടെ? ഓരോ സാധനം തള്ളിക്കൊണ്ട് വന്നോളൂ. എടാ, ഇവിടുത്തെ മെയിൻ്റെസ് ചാനൽ കൊടുത്താൽ ഞാൻ ജീവിക്കുന്നത്. വിളിച്ചോണ്ട് പോടും. അതാ പോടും. ഇയാൾ എപ്പോഴും ഉണ്ടല്ലേ? മോൻ എന്തിനാ ഇങ്ങനെ പ്രശ്നം? മോൻ റൂമിലേക്ക് ഇല്ലേ? ഞാൻ അങ്ങോട്ട് വരാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ താൻ ഇനി വരണ്ട. ഓ, എവിടെയായിരുന്നു? ഞങ്ങള് കളിക്കുന്നു. നൈസ്. ഇതെന്താ? ഓ, ഇതെന്റെ ഫുഡ്. എനിക്ക് തരോ? ഇല്ല. എന്നാ എനിക്ക് ഇത് വേണം. ഇതും തരില്ല. ഇത് വേണം. ഇതും തരില്ല. നിനക്ക് എന്റെ ഈ കാല് വേണം. അത് വേണ്ട. ഇതെനി ശരിയാവോ? ഇത് ശരിയാവില്ല. എന്തെങ്കിലും ഒരു മിറാക്കിൾ ഉണ്ടായ പോരെ? മിറാക്കിളൊക്കെ ഉണ്ടാവും. ആ, ഉണ്ടാവും. ഞാനിപ്പോ പോവാ. പോലെ എനിക്കൊരു 300 രൂപ. അയാൻ, See you. മാസത്തിൽ ഈ ഒരു ദിവസം ആകെ ഒരു സന്തോഷം. നിന്റെ സന്തോഷത്തോടെ ഇരിക്കട്ടെ. ആ റെന്റ് എന്തായി? ഒരാഴ്ച ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ചെറിയൊരു ടൈറ്റ്. എടാ, ഞാൻ എവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനാ? നാളെ രാവിലെ ജോയിസാൻ്റെ അക്കൗണ്ട് പൈസ പോയില്ലെങ്കിലേ ആളെ എനിക്ക് ഫോൺ ചെയ്യും. ആ, ശരിയാക്കാം. ശരിയാക്കണം. പിന്നെ വാള വെച്ചവൻ തന്നെ വൃത്തിയാക്കണം കേട്ടാ. ഓ ഓ, പാവം. വിളിച്ചോണ്ട് പോടും. ഹലോ. ഹലോ, ഇത് നിധി ബുക്സ് എന്നാണ്. ആ, ജയ ഗണേഷ് എന്ന് പറഞ്ഞൊരു സ്റ്റോറി ഐഡിയ ഞങ്ങൾക്ക് മെയിൽ ചെയ്തിരുന്നില്ലേ നിങ്ങൾ? അതെ. ഞങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഒന്ന് ഓഫീസ് വരെ ഒന്ന് വരാൻ പറ്റുമോ? ഒരു 9 മണി. ഞാൻ വരാം. ഓക്കെ, സീ യു ദെൻ. ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു. പെട്ടെന്ന് ഞാൻ ബാലൻസ് പോയി. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. സോറി, ഒന്നുമില്ല കേട്ടോ. ഹലോ, അതല്ല, പിന്നെ ഈ നിധി. അതെ, ഞാനാണ്. അല്ല, നിധി ബുക്സ്. അതും ഞാനാണ്. എന്താ? അല്ല മാം, ഞാനാണ് ജയഗണേഷിൻ്റെ ഓത്തർ. എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിരുന്നു. ആര്? അതിന് ഞങ്ങളിപ്പോൾ ബുക്സ് ഒന്നും പബ്ലിഷ് ചെയ്യുന്നില്ലല്ലോ. സോറി, എന്തെങ്കിലും റോങ് ഇൻഫർമേഷൻ ആയിരിക്കും. ഇതാരാ മോളെ? ആ, അമ്മയാണ് വിളിച്ചിരുന്നത്. ആൻറ്റി, ഞാനാണ് ജയഗണേഷിൻ്റെ ഓത്തർ. നിങ്ങളാണ് ഇതൊക്കെ വരച്ചത്? അതെ, ഇതാണ് ഹാർഡ് കോപ്പീസ്. മോളെ, ഇതാണ് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത്. നോക്കി. ജയഗണേഷ് എന്ന കുട്ടിയാണ് ഹീറോ. മറ്റു കുട്ടികളെ പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ്. കഥയൊന്നും പറയണ്ട. അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ബിസിനസ് കാര്യങ്ങളിൽ ഇടപെടരുതെന്ന്. നീയാണോ തീരുമാനിക്കുന്നത്? തൽക്കാലം ഞാനാ തീരുമാനിക്കുന്നത്. വയ്യാത്ത ആളെ ഇവിടെ വരെ വരുത്തി ബുദ്ധിമുട്ടിച്ച്. ഒരു മോനെ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. ഇറ്റ്സ് ഓക്കെ മാം. എൻ്റെ ആ പുസ്തകങ്ങളൊക്കെ ഒന്ന്. ഞങ്ങൾക്ക് ഒന്നുകൂടി ആലോചിക്കാനുണ്ട്.
ഇതിവിടെ വെക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ. സോറി ഫോർ വേസ്റ്റിംഗ് ഔട്ട് ടൈം. എടി നീ ഇത് നോക്കിയോ? നോക്ക്, നിന്റെ അച്ഛൻ്റെ അതേ വരാ. നോക്ക്, തുമ്പിയുടെ ലാസ്റ്റ് ലക്കത്തിൽ അച്ഛൻ ഇതുപോലൊരു സംഭവം വരച്ച ഓർമ്മയുണ്ടോ? വെള്ളത്തിൻ്റെ കാര്യം വലിയ പ്രോബ്ലമാണ് സാർ. എല്ലാ ടവറിലും ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാത്തിനും ഉണ്ട്. അതെ, ഞാൻ ഓൾറെഡി 4 ദിവസം മുന്നേ കോർപ്പറേഷൻ പറഞ്ഞിരുന്നു. അത് ഞാൻ വേണ്ട രീതിയിൽ നോക്കിക്കോളാം. ആയിക്കോട്ടെ, ശരി. ഓക്കെ. എന്റെ ഈ ബർത്ത്ഡേക്ക് എനിക്കൊരു സൂപ്പർമാൻ ഡ്രസ് വേണം. ഓക്കെ ഡൺ. അവന് ചെറിയ കോൾഡ് ഉണ്ട്. സിനിമയ്ക്കൊക്കെ പോണോ? നോ, ഐ ആം ഫൈൻ അമ്മ. ഓക്കേ അമ്മ പോട്ടെ. നീ തണുത്തൊന്നും കഴിക്കല്ലേ. താൻ ഇവിടെ എവിടെയോ ഈ മുങ്ങി നടക്കുന്നത്? ആ പറഞ്ഞ കാര്യം എന്തായി? ഹേ ഹീറോ. അയാൻ ഹായ്. നീരാളി മീഡിയ ഇല്ലേ, അതിലത്തെ സ്റ്റാഫാ. ഈ വീക്കെൻഡ് ഞാൻ എന്റെ അച്ഛൻ്റെ കൂടെയാണ്. ആണോ? ഞാൻ എൻ്റെ നാട്ടിൽ പോവാ. ഹീറോ, എന്റെ പുതിയ കൊട. ഹായ്. പുതിയ അംബ്രല്ല കൊള്ളാലോ. അയാൻ നമുക്ക് ഇറങ്ങണ്ടേ? ഇന്ന് 150 കിലോമീറ്റർ സ്പീഡിൽ പോണം കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ നീരാളിയിൽ ന്യൂസ് ആയിട്ട് വരുമോ? അതിന് ഓവർ സ്പീഡിന് സാറിന് പിഴയല്ലല്ലോ, നാട്ടുകാർക്കല്ലേ പിഴ. എന്നാ ശരി, എന്നാ നമുക്ക് പോവാം. വെയിറ്റ്. അയാൻ എന്താ? കീപ് ദിസ്. മഴ വരുന്നുണ്ട്. എനിക്ക് വേണ്ട. വെച്ചോളൂ, ഇറ്റ്സ് ഫൈൻ. അയാൻ സ്റ്റാർട്ട് ചെയ്യും. സിദ്ധനാട് വളരെ ചെറിയൊരു ഗ്രാമമാണ്. മനോഹരമായ ആ ഗ്രാമത്തിലെ ഇപ്പോഴുള്ള ശാന്തത ചിലപ്പോൾ വരാനിരിക്കുന്ന എന്തോ വലിയ വിപത്തിന്റെ സൂചനയായിരിക്കാം. പക്ഷെ ഏതൊരാപത്തിനെയും പ്രതിരോധിക്കാൻ തക്ക ഒന്നിനെ പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടാവും. ജയഗണേഷ് ഗ്രാമത്തിലെ വളരെ ശാന്തനായ കുട്ടിയാണ്. മറ്റുള്ളവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തം. ഐ തിങ്ക് ഹി ഹാസ് എ സ്കിൽ. വളരെ റെയർ ആയിട്ടുള്ളൊരു സ്കിൽ. നമുക്ക് ഒരുപാട് കേസുകളിൽ ഉപകാരപ്പെടും. ബട്ട് ഹി ഹാസ് ടു അഗ്രി. അവന് കൂട്ടുകാരില്ലാതായി, ആരുമില്ലാതായി. എല്ലാവരും അവനെ കളിയാക്കി. ഒടുവിൽ അവൻ അവിടെ എത്തി, സിദ്ധ കിണറിനടുത്ത്. ജയഗണേഷിനെ ഏതോ ഒരു ശക്തി ആ കിണറിലേക്ക് മറിച്ചിട്ടു. അവൻ ആഴങ്ങളിലേക്ക്. ചെറുപ്പത്തിലെ വലിയ ബൈക്കറാവണമെന്നായിരുന്നു അവന്. ഞാനറിയാതെ കോളേജിൽ പഠിക്കുമ്പോൾ ബൈക്ക് എടുത്തോണ്ട് പോയതാ. തീരുമാനം. ചെറുക്കൻ ഡസ് പഠിച്ച് ആത്മഹത്യ ചെയ്യാൻ പോയി. ഭാഗ്യത്തിന് നാട്ടുകാർ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അവനെ ആ കിണറിൽ എത്തിക്കുക എന്നത് കാലത്തിന്റെ ആവശ്യമായിരുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ കണ്ടുമുട്ടി. ആ നാടിന്റെ വരൾച്ച തപസ് ചെയ്ത് മാറ്റി ആ കിണറിൽ മറിഞ്ഞ സിദ്ധൻ ജയഗണേഷിന് അവന്റെ ജന്മരഹസ്യം ഓതിക്കൊടുത്തു. ഞാൻ മാക്സിമം അവനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. വാട്ടർ തെറാപ്പി പഠിപ്പിച്ചു. കാലില്ലെങ്കിലും വെള്ളത്തിൽ നീന്താവും. പിന്നെ ഇവിടെ അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൾട്ടിമീഡിയ പഠിക്കാനും വിട്ടു. കമ്പ്യൂട്ടറിൽ ഇൻട്രസ്റ്റ് കയറി എത്തിക്കൽ ഹാക്കിങ്ങോ സൈബർ സെക്യൂരിറ്റിയോ ഒക്കെ പഠിച്ചു. അവിടെ ഒന്നിൻ്റെയും അവസാനമായിരുന്നില്ല. പുതിയൊരു ജയഗണേഷിന്റെ തുടക്കമായിരുന്നു. ഫൈറ്റ് ചെയ്യട്ടെ. ബാക്കിയുള്ള നാടിനെ ആക്രമിക്കാൻ പൈശാചിക ശക്തികൾ ഉടലെടുത്തു. ശത്രുക്കൾ അവന്റെ മുന്നിൽ ചാരമായി. പാർവതി, അമ്മ, സംഭവം പൊളിച്ചു. വെറും ഒരു കോമിക്കിനപ്പുറത്ത് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. വെരി ഡീപ് യെറ്റ് വെരി കൊമേഴ്ഷ്യൽ. അത് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. അമ്മ ഒരു കാര്യം ചെയ്യ്, അയാളെ ഒന്നുകൂടെ വിളിക്കേ. അത് നീ തന്നെ അങ്ങ് വിളിച്ചാൽ മതി. ഞാനിനി അയാളെ എങ്ങനെ വിളിക്കാനാ? അമ്മ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാത്തെ? സപ്പോർട്ടോ? 2 സ്റ്റാർട്ടപ്പുകൾ പൊട്ടി. ഇപ്പതാ തുമ്പി ആപ്പും പൊട്ടാൻ നിൽക്കുന്നു. അമ്മ പേടിക്കണ്ട. ഗിവ് മീ 6 months. ഈ ആപ്പ് ഒന്ന് ക്ലിക്കായ വിതിൻ 3 months മിനിമം 50 കോടിയെങ്കിലും ടേൺ ഓവർ ഉണ്ടാക്കും നമ്മള്. അതുപോലെ അമ്മ ഡോണ്ട് വറി.
മാം ഓഫീസിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ കേസ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ എൻ്റെ പുതിയ കഥയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഇതിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒന്ന് അന്വേഷിച്ചു. സ്ട്രെയിറ്റായ ഒരു കാര്യം പറയാം, ഇതുപോലെ പല കേസുകളിലും ഗണേഷിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ കേസിലും എനിക്ക് എവിഡൻസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റുന്നേ. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾക്കൊരു സെലിബ്രിറ്റി ക്ലയൻ്റ് ഉണ്ട്. അവരുടെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ലീക്കായിട്ടുണ്ട്. അത് ഡീപ്പ് ഫേക്ക് ആണെന്ന് ഗണേഷിന് പ്രൂവ് ചെയ്യാൻ പറ്റില്ലേ? മാം ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അയ്യോ വെറുതെ വേണ്ട, ഞങ്ങൾക്ക് നല്ല പേയ്മെൻറ്റ് തരാൻ പറ്റും. ഒന്ന് ശ്രമിച്ചു നോക്കൂടെ? അല്ല ഗംഗേട്ടാ? എടാ വക്കീലിനെ പോലെ ഒരാൾ ഒന്നും കാണാതെ നിൽക്കുന്നത് പറയൂ. നീ നോക്ക്. എന്ന് നോക്കാനാ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ മാം? യു മേ ലീവ്. ഓക്കെ, ഗണേഷിൻ്റെ ഇഷ്ടം. ഹലോ. അതെ, നമുക്കിത് സീരിയൽ റോബറി ആക്കിയാലോ? എന്ത്? ഐ മീൻ സെയിം പാറ്റേൺ റോബറി കേരളത്തിലെ പല ഡിസ്ട്രിക്റ്റിൽ നടക്കുന്നു. നോ ഫിംഗർ പ്രിന്റ്, നോ CCTV, ഓൾ ബ്ലാക്ക് മണി. പോലീസിന് മനസ്സിലാവുന്നില്ല ഇതൊരു സീരിയൽ റോബറി ആണെന്ന്. പക്ഷേ ജയഗണേഷ് ഇത് ക്രാക്ക് ചെയ്തു. ഹൗസ് ദാറ്റ്? അത് കൊള്ളാം, ഇത് വർക്കാവും. ആഞ്ഞു പിടിച്ചോ. എപ്പോഴത്തേക്ക് സ്കെച്ച് റെഡിയാവും? ഞാനതിൻ്റെ ജോലിയിലാണ്. ഇത് തന്നെയാണോ രാത്രി മുഴുവൻ പണി? എനിക്ക് ഡ്യുവൽ ലൈഫ് ഉണ്ട്. രാവിലെ ഗ്രാഫിക് ഡിസൈനർ, രാത്രി പാർട്ട് ടൈം ഡിറ്റക്റ്റീവ്. എൻ്റെ അമ്മോ, എന്നിട്ട് എത്ര കേസ് തെളിയിച്ചു? കേസ് ഞാൻ ഉടനെ തന്നെ ഒരെണ്ണം തെളിയിക്കും. കാണണം? ആ കാണണം. അപ്പോൾ കൊണ്ട് കുറച്ച് പണിയുണ്ട്. ഹലോ സൈബർ സെൽ. കോരപ്പത്ത് ജ്വല്ലറിൽ ഇന്ന് നടന്നത് കേരളത്തിലെ ആദ്യത്തെ സംഭവം ഒന്നല്ല. പല ഡിസ്ട്രിക്റ്റിലായി 12 റോബറി ഇതുവരെ നടന്നിട്ടുണ്ട്. വാട്ട്? ദാറ്റ്സ് ഇസ് പാറ്റേൺ. നോർമലി ഇന്റർ ഡിസ്ട്രിക്ട് സീരിയൽ ക്രൈംസ് അത്ര പെട്ടെന്ന് പോലീസിന് റഡാറിൽ പെടില്ല. ഓൾസോ അയാൾ ഡിസ്ട്രിക്ട് റിപ്പീറ്റ് ചെയ്യാറില്ല. കണ്ണൂരിലെ MP ഹൗസ്, തിരുവനന്തപുരത്തെ കറപ്റ്റഡ് ബ്യൂറോക്രാറ്റ്സ് ഓഫീസ്. പൈസ പോയവർക്ക് ബ്ലാക്ക് മണി ആയതുകൊണ്ട് ഒരു പരിധിക്ക് അപ്പുറത്ത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റില്ല. അയാളുടെ അടുത്ത ടാർഗറ്റ് തൃശ്ശൂരിലൊരു കുറി കമ്പനിയാണ്. ഇത് തോട്ടത്തിൽ ഫിനാൻസ്, ഓർപ്പണപ്പുറം കുറീസ്. കൊച്ചിയിലെ കോരപ്പത്ത് ജ്വല്ലറിയിലടക്കം 12 വലിയ മോഷണങ്ങൾ നടത്തിയ വടക്കേപ്പുറത്ത് രാജനെ തൃശൂർ വെസ്റ്റ് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു. തൃശൂരിലെ തോട്ടത്തിൽ ഫിനാൻസിൽ സമാനമായ രീതിയിൽ കവർച്ച നടത്താൻ ശ്രമിക്കുമ്പോഴാണ് ഇയാൾ പിടിയിലായത്. CCTVയിൽ ദൃശ്യങ്ങൾ പതിയുന്നില്ല, ഫിംഗർ പ്രിന്റ് ഇല്ല, കൂട്ട് പൊളിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾ ഈ മോഷണങ്ങൾ നടത്തുന്നത് എന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്ന ചോദ്യം. ജ്യോതി, ആ വടക്കേ പുറത്തെ രാജന്റെ ബാക്ക് സ്റ്റോറി റൺ ചെയ്തോ? ഇല്ല, ഗ്രാഫിക്സ് ഇപ്പോൾ വന്നേ ഉള്ളൂ. വെരി ഗുഡ്. ഇനി അത് കൊടുക്കണ്ട. സർ, അതൊരു ജെനുവിൻ സ്റ്റോറിയാണ്. അയാളുടെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അയാൾ ഇന്നലെ മോഷ്ടിക്കാൻ കയറിയത്. അതല്ല, അയാളല്ല കള്ളൻ. ഇതേ മോഡസ് ഓപ്പറണ്ടിയിൽ ഇന്നലെ പണപ്പുറം കുറീസിൽ ഒരു മോഷണം നടന്നു. ഫിംഗർ പ്രിന്റും ഇല്ല, CCTV ഇല്ല, ഒരു പുല്ലും ഇല്ല. അപ്പൊ ആ വാർത്ത കൊടുത്താലോ? വേണ്ട. പകരം ശിഥിലമായ കുടുംബജീവിതം കാരണം ആത്മഹത്യക്ക് ശ്രമിച്ച പ്രശസ്ത നടന്റെ ഭാര്യ കൊടുക്കും. ആരാ സർ അത്? അത് വായനക്കാര് തെണ്ടികളൊക്കെ ഊഹിച്ചെടുക്കട്ടെ. മാം, ഇന്നലെ തൃശ്ശൂരിൽ നടന്നതാണ് ഞാൻ പറഞ്ഞ യഥാർത്ഥ റോബറി. പക്ഷേ പോലീസ് പിടിച്ചത് ഏതൊരു പാവത്താനെയാണ്. പാവോ? കക്കാൻ ചെന്നിട്ടല്ലേ അയാൾ പോലീസ് പിടിച്ചത്? മാം, അത് റോബറി അറ്റംപ്റ്റ് മാത്രമാണ്. സോറി മാം, അത് റോബറി അറ്റംപ്റ്റ് ആണ്. പക്ഷെ അയാൾക്കെതിരെ അയാൾ ചെയ്യാത്ത 12 കേസസ് ആണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. വക്കീലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഗണേശ, നമുക്കിതിലൊന്നും ചെയ്യാനില്ല. ദിസ് ഇസ് ഗോൺ ടോട്ടലി ഔട്ട് ഓഫ് ഹാൻഡ്. ഇങ്ങനെ ഇമോഷൻസ് വെച്ചുകൊണ്ട് മാത്രം ചിന്തിക്കില്ല ഗണേഷ്. ബി പ്രാക്ടിക്കൽ. ഗണേഷ്, ഗ്രേറ്റ് റോബർ സ്റ്റോറി വർക്ക് ആവും. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. വിളിച്ചപ്പോൾ പറഞ്ഞല്ലേ ഞാൻ. ജസ്റ്റ് ക്യാൻസൽ ഇറ്റ്. ഇനി ജയഗണേഷിന്റെ കഥയൊന്നുമില്ല. വൈ? ബിക്കോസ് എ ഫൂൾ. അതാണ് സത്യം. എന്നത് റിയലൈസ് ചെയ്യാൻ എനിക്ക് കുറച്ച് സമയം എടുത്തു. That's it. We have to do this. അനൗൺസ് ചെയ്തല്ലേ നമ്മള്. അതല്ലെങ്കിൽ എനിക്ക് കൺവിൻസിംഗ് ആവുന്ന റീസൺ ഇതാ. ജസ്റ്റ് റിലാക്സ്. ചിലപ്പോൾ വേറൊരു വലിയ ഡെവലപ്മെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഒന്ന് കൺഫേം ആവട്ടെ. ഞാൻ രാത്രി വിളിക്കാം. ഓക്കെ? I am the beacon of hope. ആയിക്കോട്ടെ. Hero, it's my birthday. ഹാപ്പി ബർത്ത്ഡേ. പോലെ മാറാൻ വൈകുന്നേരം പാർട്ടി ഉണ്ട്, വരില്ലേ? അല്ല, എനിക്ക് കുറച്ച് പണിയുണ്ട്. നീ പോ. അയ്യോ, വരണം പ്ലീസ്. ഹെവി
Why are you always so upset? എനിക്കൊരു സൂപ്പർ പവർ കിട്ടിയ ഫസ്റ്റ് ആ കാല് ശരിയാക്കി തരും, അറിയോ? ഹീറോ, I still believe in miracles. ഹലോ ഹലോ, സീരിയൽ റോബറി നടത്തിയ ആളെ കുറിച്ച് ഇൻഫർമേഷൻ തന്ന ആളാണ് ഞാൻ. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. എന്ത് മിസ്റ്റേക്ക്? ഇന്നലെ പണപ്പുറം കൊറീസിൽ മോഷണം നടത്തിയ ആളാണ് യഥാർത്ഥ പ്രതി. സാർ, അവിടെ കസ്റ്റഡിയിലുള്ള ആള് ഇന്നസെന്റ് ആണ്. നിങ്ങളാരാ? അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ കേസെടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾക്കൊക്കെ തമാശ കളിക്കാനുള്ളതാണ് സൈബർ സെൽ. വെച്ചിട്ട് പോടും. ഞങ്ങളൊന്ന് വെളിയിലേക്ക് ഇറങ്ങുക. നീ രാത്രി പാർട്ടിക്ക് വരില്ലേ? നിങ്ങൾ പോയിക്കോ, ഞാനില്ല. എല്ലാവർക്കും കൊടുക്കേ. എന്താടോ ഇവിടെ തനിച്ചിരിക്കുന്നത്? അങ്ങോട്ട് വാ. ഒന്നുമില്ല. ആക്ച്വലി നിങ്ങളെപ്പോലത്തെ ആൾക്കാരെല്ലാവരും മെയിൻ സ്ട്രീമിലേക്ക് കയറി വേണം. അതിനുവേണ്ടി എന്ത് സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്തുതരും. എല്ലാം നമുക്ക് ശരിയാക്കാം. അല്ലേടോ? പിന്നല്ലാണ്ട്. ആ, നടക്കട്ടെ. എൻജോയ് ദ പാർട്ടി. ആ, നല്ല ടേസ്റ്റാ. അമ്മ, ഞാൻ ഇപ്പൊ വരാട്ടോ. ഹീറോ 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 നിന്നെ ദാ. Gotcha. I knew you would come. എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എവിടെ? ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ നോക്കട്ടെ. ആ, എനിക്കിത് മതി. ശരി, ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ പോട്ടെ. പോവാതെ. എന്താ ഇത്? നിനക്ക് വാശി കൂടുന്നുണ്ട്. നിന്റെ ഫ്രണ്ട്സ് ഒപ്പം കളിച്ചുകൂടാ? ഇറ്റ്സ് മൈ ബർത്ത്ഡേ. ഗിഫ്റ്റും തന്നില്ല. ശരി, എന്താ വേണ്ടേ? ലെറ്റ്സ് റേസ്. ധൈര്യം ഉണ്ടോ? ശരി, വാ. യെസ്. റെഡി ടു ലൂസ് ഹീറോ? നിനക്ക് ഈ ബർത്ത്ഡേ ദിവസം തന്നെ തോൽക്കണല്ലേ? ഞാൻ തോക്കില്ല. ഐ ആം സൂപ്പർമാൻ. ശരി, വാ. റെഡി? റെഡി 1 എന്താ നിധി? MLA പ്രസാദ് പുത്രന്റെ മകനെ അജ്ഞാതർ തട്ടിക്കൊണ്ടുപോയി. കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്ന് കുട്ടിയുടെ പിറന്നാൾ ആഘോഷങ്ങൾക്കിടെയാണ് സംഭവം. ഞങ്ങളുടെ റിപ്പോർട്ടർ സംഭവം നടന്ന ഫ്ളാറ്റിൽ നിന്ന് ചേരുന്നു. രോഹിണി, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 7 മണി മുതൽ CCTV വർക്കാകുന്നില്ല സാർ. ഓക്കെ. ആരോ കട്ട് ഓഫ് ആക്കിയതാണെന്ന് തോന്നുന്നു. പ്രസാദ് സാർ അവിടെ മുകളിലുണ്ട്. സാർ, ഇയാളാണോ സംഭവം കണ്ടെന്ന് പറഞ്ഞേ? അതെ സാർ. വണ്ടി നമ്പർ KL7AB 9513. പിന്നെ അയാളുടെ കയ്യിലൊരു ടാറ്റു ഉണ്ടായിരുന്നു. തനിക്ക് ഞങ്ങളുടെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? യെസ് സാർ. നിങ്ങൾ ഒറ്റരുത്തന് ഇതിനൊക്കെ കാരണം. എനിക്ക് അവനെ തിരിച്ചു വേണം. എനിക്ക് അവരെങ്കിലും വേണം. ഒറ്റ മണിക്കൂർ കൊണ്ട് അവനെ പൊക്കും. ഫോഴ്സിലുള്ള ദി ബെസ്റ്റ് പോലീസ് ഓഫീസേഴ്സുള്ള SITയെ ഈ കേസിൽ അസൈൻ ചെയ്ത് കഴിഞ്ഞു.
അവരിപ്പം തന്നെ പണി തുടങ്ങി. എല്ലാ ചാനലും ലൈവ് പോകുന്നുണ്ട്. ഇയാളാണോ വിറ്റ്നസ്? ഗണേഷ്, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അവിടെ കണ്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. സാറിപ്പോൾ വരും, അവിടെ വെയിറ്റ് ചെയ്തു. അതെ, ഇങ്ങോട്ടിരുന്നോ. സർ, കിഡ്നാപ്പർ വെഹിക്കിൾ ഫ്ലാറ്റ് കോമ്പൗണ്ട് പാസ് ചെയ്തത് അറൗണ്ട് 8:15 ആണ് സർ. 8:22 പാലച്ചോട് ക്യാമറ വണ്ടി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ സമയം തന്നെ എടുക്കും ആ ഏരിയ കവർ ചെയ്യാനുള്ള നോർമൽ ടൈം. പ്രസാദ് പുത്രൻ. ഐ നോ സർ. ദിസ് ഈസ് യുവർ ഫസ്റ്റ് വൈസ് കിഡ് അല്ലേ? അതെ, ആൻഡ് നോ റാൻസം കോൾസ് യെറ്റ്. ലെറ്റ്സ് വെയിറ്റ്. സുരേഷ്. യെസ് സർ. 8:22 പാലച്ചോട് ക്യാമറ പാസ് ചെയ്ത വണ്ടി സെസ് ക്യാമറ പാസ് ചെയ്തിട്ടില്ല സർ. സെർച്ച് സോൺ സർ. പാലച്ചോട് പാർമട സൈഡിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഡബർ കാർ കിട്ടിയിട്ടുണ്ട്. അകത്താരുമില്ല. ഓവർ. ആ സെയിം സ്പോട്ടിൽ വേറൊരു വണ്ടി പാർക്ക് ചെയ്തിട്ടായിരിക്കും അയാളെ കിഡ്നാപ്പിംഗ് ചെയ്തിരിക്കുന്നത്. ഡു യു ഹാവ് എനിത്തിങ് വഫ? ആ വെഹിക്കിൾ അല്ലാതെ വേറൊരു ക്ലൂ നമുക്കില്ലല്ലോ സാർ. വി ഹാവ് ടു ഫൈൻഡ് അനദർ വേ. മിസ്റ്റർ ഗണേഷ് അല്ലേ? യെസ് സർ. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ പേഴ്സൺ? സർ, അയാൾ മാസ്ക് ധരിച്ചിരുന്നു. യെസ്. കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല സർ. Get the sketch artist. Sir. And how soon can you get it? Sir. ചോദിക്കാം സർ. സർ, എനിക്ക് സ്കെച്ച് ചെയ്യാൻ പറ്റും. Great. Even better. Can we find this guy with some AI support? ഞാൻ അയാളുടെ കണ്ണുകൾ കണ്ടതാണ്. AI ക്യാമറയിൽ പ്രോപ്പർ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ സെസ്സൊക്കെ മണിക്കൂറിൽ ആയിരക്കണക്കിന് വണ്ടി പാസ് ചെയ്യുന്ന സ്ഥലം. ഓരോ വണ്ടി ഇതുപോലെ മോണിറ്റർ ചെയ്യണമെന്നാണ് പറയുന്നത്. അല്ല, ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ സാർ. നടക്കട്ടെ. സാർ, വേറെ സർ, യെസ്. ഈ സ്കെച്ച് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. സാർ, പോസ്. ഇയാളാണ്. ഇറ്റ്സ് ഹിം. Are you sure? കയ്യിലെ ടാറ്റു ക്ലിയർ അല്ല, ബട്ട് ഐ ആം ഷുവർ ഇറ്റ്സ് ഹിം. ട്രേസ് നിർക്കാം. കലൂരിൽ നിന്ന് ആ സമയത്ത് 2 വണ്ടി പാസ് ചെയ്തിട്ടുണ്ട്. ഓവർ. കാക്കനാട് ടവർ ലൊക്കേഷൻ വരുന്ന എല്ലാ സിഗ്നൽസും സെൻഡ് ടു ബി റൈറ്റ് നൗ. ക്വിക്ക്. ഈ പറയുന്ന കാറാണെങ്കിൽ രാത്രി 12 മണി വരെ സിറ്റി മുഴുവൻ കറങ്ങിയിട്ടുണ്ട്. ഫൈനൽ സ്റ്റോപ്പ് ചേർത്തലക്ക് അടുത്താണ്. Where was the first stop? സോ ബിറ്റ്വീൻ MG റോഡ് ആൻഡ് കലൂർ ക്യാമറാസ് അയാൾ 32 മിനിറ്റ് എടുത്തിട്ടുണ്ട്. നോർമലി നൈറ്റ് നമുക്കത്ര സമയം വേണ്ടല്ലോ. ഈ നൈറ്റ് അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് അതിൻ്റെ ബ്ലോക്കും ആവാലോ. Or he could have met someone else in between. After MG Road? സർ, MG റോഡ് നിന്ന് വൈറ്റില. ഫ്രം ദ സീ ബാക്ക് ടു കാക്കനാട് അഗൈൻ. അവിടെ നിന്ന് പാലാരിവട്ടം റൂട്ടിലൂടെ ചേർത്തല. MG റോഡ് ടു വൈറ്റില 29 മിനിറ്റ്സ്. ആൻഡ് ഫ്രം ദയർ ടു ചേർത്തല 58 മിനിറ്റ്സ്. What was this bugger doing?
ഇനി ഇയാൾ നമ്മളെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഡ്രൈവ് ചെയ്തതെന്നും ഡൗട്ടുണ്ട് സർ. എന്തായി സാർ? ശ്രമിക്കുന്നുണ്ട്. ഗിവ് us some more time. നേരം പുലരുന്നു സാർ. ഡു സംതിങ്. ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് ബയോമെട്രിക് സ്കാനാണ്. ബട്ട് റിസൾട്ട്സ് സ്കാറ്റേഡ് ആവാനേ ചാൻസ് ഉള്ളൂ. എന്റെ കുഞ്ഞാണ് അവിടെ. സർ, ആ ഓൾട്ടകർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. വേറെ ട്രേസസ് ഒന്നും കിട്ടിയിട്ടില്ല. ഓവർ. സർ ഡീഫേക്ക് AI ഇമേജ് പ്രോസസ്സിംഗ് അൽഗോരിതമുള്ള ഒരു ഫോട്ടോ എഡിറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഫേസ് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇമേജ് പ്രോസസ്സിംഗ് മോഡൽസ് പൊതുവേ വർക്ക് ചെയ്യുന്നത് ഒരാളുടെ ഫേഷ്യൽ ജോമെട്രി ബേസ് ചെയ്തിട്ടാണ്. ലൈക്ക് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഐസ്, ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഫോർഹെഡ് ടു ചിൻ, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. സർ ഞാനൊന്ന് ട്രൈ ചെയ്തോട്ടെ. റൺ റെറ്റിനൽ അനാലിസിസ്. കണ്ണിന്റെ സിമെട്രി അനലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കോൺഫ്ലിക്ട്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ക്രിമിനൽ ഡേറ്റാബേസിന്റെ പ്രോബിൾ ലിസ്റ്റ് സെൻഡ് ചെയ്യും. മാം ഇപ്പോൾ വരാം. മാം, കുറച്ച് മാത്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. മൂക്കിൻ്റെ മെഷർമെൻറ്റ് പ്രൊപ്പോർഷണൽ അല്ല. ബട്ട് മാസ്ക് ഉള്ളതുകൊണ്ട് ലിപ് പെൻസിൻ ചിലപ്പോൾ പ്രശ്നമാവും. റിസൾട്ട്സ് ഇൻപുട്ട് ഡേറ്റ് ആയിട്ട് മാച്ച് ആവുന്നില്ല.